പ്രഭാത ധ്യാനത്തിനായി 103 സങ്കീർത്തനം 13 വാക്യം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. കർത്താവിൻ്റെ പൊന്നുനാമം മനോഹരമായ ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. അപ്പനും മക്കളും തമ്മിലുള്ളതായ ഒരു ബന്ധം, അതൊരു വലിയ ബന്ധമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതുകൊണ്ടായിരിക്കണം കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഭവമാണ്. അന്ന് വരെയും അവരുടെ ജാതിയിലും മതത്തിലും അവരുടെ പാരമ്പര്യത്തിലും ഉപദേശത്തിലും ശുശ്രൂഷ രംഗങ്ങളിലൊന്നും തന്നെ ദൈവത്തെ പിതാവ് എന്നുള്ളൊരു ശീർഷകത്തിലല്ല അവർ കണ്ടത്. ഇതാ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ അവരിലേക്ക് ഒരു അപ്പനും മക്കളും എന്നുള്ളതായ ഒരു ബന്ധം കർത്താവ് സ്ഥാപിക്കുക. ഒരു പക്ഷെങ്കിൽ കർത്താവാണ് ഇത് ആദ്യമായിട്ട് ചെയ്തതെന്നെങ്കിലും ഇത് ചെയ്യുവാനായിട്ടായിരുന്നു കർത്താവ് ഈ ലോകത്തിൽ താൻ മനുഷ്യവേഷം അണിഞ്ഞ് വന്നതെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിലെ മലയാള മനോരമ പേപ്പർ വായിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ മുഖപേജിൽ ഒരു പ്രധാന വാർത്തയുണ്ട്. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. തളർവാദം പിടിച്ചു കിടന്ന ഒരു പിതാവിനെ മകൻ വാടക വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് മുങ്ങി സ്ഥലം വിട്ടു പുറപ്പെട്ടു പോയി. ചില ദിവസങ്ങളായി ആഹാരവും ശുശ്രൂഷയും ഒന്നുമില്ലാതെ വളരെ കഷ്ടത്തിലായിരുന്ന ഒരു പിതാവിൻ്റെ തേങ്ങൽ ശബ്ദം അയൽവക്കക്കാരും നാട്ടുകാരും കേട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ആതുര ശുശ്രൂഷ ആലയത്തിൽ ആക്കുകയായിരുന്നു. അത് പേപ്പറിൽ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം വളരെ അങ്ങ് വേദനിച്ചു പോയി. കാരണം ഇങ്ങനെ മക്കൾ പിതാവിനോട് ചെയ്യുന്നതായ അന്യായം, എങ്കിലും ഇങ്ങനെയൊക്കെ ഈ മക്കൾ ഇങ്ങനെ ചെയ്യുമെങ്കിലും ഒരു പിതാവിന് അങ്ങനെ ചെയ്യുവാനുള്ള ഒരു മനസ്സ് വരില്ല. അതത്ര ദൃഢമാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നു. അതിൻ്റെ അങ്ങേപ്പുറത്ത് വേറൊരു ഉപദേശം കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നുണ്ട്. സ്വന്തം മക്കളും സ്വന്തം പിതാവും മാതാവും വേണ്ടപ്പെട്ടവരും നമ്മെ ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തിലെ ആശ്രയം നമ്മെ യഥാർത്ഥമായി അപ്പനും മക്കളും എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. ഉപേക്ഷിക്കാത്ത ഒരു പിതാവിനെ കാണുവാനുള്ളതായ ഒരു ദർശനം നമുക്കുണ്ടാകണം. ദൈവം മനുഷ്യനോട് ഇടപെടുമ്പോൾ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് ദാവീദ് ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ലോകമനുഷ്യരെ പോലെയല്ല. ലോകമനുഷ്യർക്ക് അപ്പനും മക്കളും എന്നുള്ളതായ ബന്ധത്തിൽ എപ്പോഴും ബഹുമാനത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് ശിക്ഷണങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആ മക്കളെ എപ്പോഴും യൗവനക്കാരായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ പിതാവ് ഒരു മകനെ യൗവനക്കാരനായി കാണുവാൻ ആഗ്രഹിക്കുന്നതിന് കാരണം സാഹചര്യങ്ങളെയും അനേകവിധമായിട്ടുള്ള പ്രതികൂലങ്ങളെയും ഒന്നടങ്കം അല്ലെങ്കിൽ ശക്തിയോട് സവിസ്തരം അതിനെ അതിജീവിക്കുവാനുള്ളതായ ഒരു തൻ്റെ ഇടം തൻ്റെ മകനിൽ ഉണ്ടാകണം. അവൻ യൗവനക്കാരനായിരിക്കുമ്പോൾ അത് കാണും എന്നൊരു പിതാവിൽ ഒരു പ്രതീക്ഷയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മക്കളുടെ യൗവനത്തെക്കുറിച്ച് പിതാക്കന്മാർ എപ്പോഴും ബോധപൂർവം അത് അവർ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അതേ അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്ക രീതിയിൽ അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ വായി നന്മയെ സംസാരിക്കുമ്പോൾ, നന്മ കൊണ്ട് തൃപ്തിയാകുമ്പോൾ, നന്മ അനുഭവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ അവൻ്റെ ശരീരഘടനയിലും അവൻ്റെ മാനസികമായ ചിന്താഗതിയിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും അവനൊരു യൗവനത്തെ പ്രാപിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. കാരണം അവൻ്റെ ഹൃദയത്തിൽ സമാധാനം കടന്നു വരുന്നു, അവൻ്റെ ഹൃദയത്തിൽ ആശ്വാസം കടന്നു വരുന്നു, അവനെക്കുറിച്ചുള്ളതായ ഒരു ബോധം അവന് പടുത്തുയർത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച കുറിഭാഗത്തിലേക്ക് ഒന്ന് വരാം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ
യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഭക്തന്മാർ വെറും പൊടിയും മണ്ണും ബലഹീനതയും ഉള്ളവരാണെന്ന് ദൈവം തിരിച്ചറിയുന്നു എന്നർത്ഥം. അവർക്ക് കരുണ വേണം, അവരോട് ദയ കാണിക്കണം. അവരെ കൈവിട്ടാൽ അല്ലെങ്കിൽ അവരോട് ചെയ്യുന്നതായ എല്ലാ തെറ്റുകൾക്കും ഉടനുടനെയായി അവനെ ശിക്ഷിച്ചാൽ അവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ദൈവത്തിനൊരു ധാരണ. അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? നമ്മുടെ എല്ലാ കുറ്റങ്ങൾക്കും നമ്മളെ ശിക്ഷിക്കാതെ നമ്മോട് ദയയുണ്ടാകുന്നു, കരുണ കാണിക്കുന്നു. നശിച്ചു പോകുവാനല്ല, ഉയർന്നു വരുവാൻ. എത്രത്തോളം അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന അനുസരണത്തിൻ്റെ സന്തതികളായി നാം മാറുന്നതുവരെയും ദൈവം തൻ്റെ കരുണ നമ്മളിൽ ഊറ്റിക്കൊണ്ടിരിക്കും. കർത്താവ് നമ്മോട് കരുണ കാണിക്കാതിരുന്നാൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. കർത്താവ് നമ്മോട് ദയ കാണിക്കാതിരുന്നാൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും, അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, നമ്മുടെ ആത്മീക ജീവിതത്തെ ബാധിക്കും, ഭൗമിക ജീവിതത്തെ ബാധിക്കും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് നമ്മുടെ ഭൗമിക ജീവിതത്തെ അത് ബാധിക്കുന്നത്? ദൈവത്തിൽ ആശ്രയമുള്ളവർക്കാണ് ദൈവം സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതായ ഒരനുഭവം പങ്കിടാൻ സാധിക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇല്ലാത്തവർക്ക് എല്ലാ രോഗങ്ങൾക്കും, ഒരു തലവേദനയുണ്ടായാൽ, ഒരു പനിയുണ്ടായാൽ, എല്ലാ രോഗങ്ങൾക്കും വ്യത്യസ്തമായി പെട്ടെന്ന് നാം അത് മരുന്നുകൊണ്ട് അതിനെ കീഴടക്കാൻ നോക്കും. നമ്മൾ വൈദ്യം കൊണ്ട് നമ്മൾ അതിനെ അതിജീവിക്കാൻ നോക്കും. എന്നാൽ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുക്കുന്നതായ വാഗ്ദത്തമാണ്, അവൻ്റെ സകല രോഗങ്ങളിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതായ, ദൈവത്തെ പിതാവെന്ന രീതിയിൽ മാനിക്കുന്നതായ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സകല രോഗത്തിനും ദൈവം മതിയായവനെന്ന് അവനോട് അരുളി ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം അത്രയ്ക്ക് വിലയേറിയതാണ്. ദൈവം ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. അവൻ്റെ ഭവനത്തിൽ ചെല്ലുന്നു, അവനോടുകൂടെ സംസാരിക്കുന്നു, അവനോടുകൂടെ ആശയങ്ങൾ പങ്കിടുന്നു, അനുഗ്രഹങ്ങൾ പങ്കിടുന്നു. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നോക്കൂ, ദൈവം നാമുമായിട്ടുള്ള ബന്ധം ഒരു ദൈവവും മനുഷ്യനും എന്നുള്ള ബന്ധത്തെക്കാൾ അതിനങ്ങേപ്പുറം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഭക്തന്മാരിൽ വീഴ്ച വരുമ്പോൾ, താഴ്ച വരുമ്പോൾ, അവർ ദൈവത്തോട് നന്ദിയില്ലാത്തവരാകുമ്പോൾ, ദൈവത്തിൻ്റെ ആശയങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും പിന്മാറിപ്പോകുമ്പോൾ, കർത്താവ് വന്ന സ്വരത്തോടെ അവനോടടുത്ത് വന്ന് ചിലപ്പോൾ ബാലശിക്ഷകളും കൊടുത്ത് അവനെ സ്നേഹിക്കുന്നു. അവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് ഏറ്റുപറയുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ലജ്ജയും കൂടാതെ പിതാവ് തൻ്റെ മകനെ ഉയർത്തി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ഒരു പിതാവിൻ്റെ ഏറ്റവും വലിയ കടമ, ലക്ഷണം. ആ പിതാവിൽ ആ മകൻ വിശ്വാസം അർപ്പിക്കുന്നത് അപ്പോഴാണ് ദൈവം അവനെക്കുറിച്ച് അഭിമാനമുള്ളവനാകുന്നു. കർത്താവ് പറയുന്നു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ദൈവത്തിന് സ്തോത്രം. ഒരു സർവശക്തനായൊരു ദൈവം ആത്മീക അർത്ഥത്തിലാണ് അത് പറയുന്നതെന്ന് നമുക്ക്